സുമതി വളവ് മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. അഗെയിൻ ബുർജ്മാൻ വോക്സ് എന്ന് ദുബായിൽ നിന്നാണ് കണ്ടത്. ഫോർ മീ ഒരു ഹൊറർ കോമഡി ജോണറിലുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പടം. എസ്പെഷ്യലി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറേ കാര്യം ഹാപ്പനിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് കൊടന്ന് വെക്കുന്ന സാധനമൊക്കെ അതൊക്കെ നല്ല കിണ്ണനായിട്ട് തന്നെ എടുത്തിട്ടുമുണ്ട്, നറേറ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയി. ഗോയിങ് ടു ദ സെക്കൻഡ് ഹാഫ് കുറേ കാര്യങ്ങളൊക്കെ ടുവേർഡ്സ് എൻഡ് ഓഫ് ക്ലൈമാക്സ് കുറച്ച് ഹറിബറിയിൽ തീർത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനെ സെൻറ്റർ ചെയ്തിട്ടാണ് ദ എൻറ്റയർ മൂവി പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു കംപ്ലീറ്റ്ലി സുമതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതി, ആ മിത്തിക്കൽ ക്യാരക്ടർ, ആ മാടൻ മറുത ബ്രഹ്മരക്ഷസ് സ്കീമിനെ ചുറ്റിപ്പറ്റിയിട്ട് പോകുന്നൊരു പരിപാടിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അഭിലാഷ് പിള്ള എഴുതി വെച്ചിട്ടുള്ളത് സുമതി വളവ് അവിടെ ഉണ്ട്, പ്രേതം അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി വളരെ ക്രീം ലെയർ മാത്രം പറഞ്ഞ് ആ കഥയ്ക്കകത്ത് തന്നെ ഈ അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടറിന് വെച്ചിട്ടുള്ള കുറേ സ്റ്റോറി ലൈനും അതിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കിലുമാണ് സുമതി വളവിൻ്റെ ഡെഫിനേഷനും അല്ലെങ്കിൽ സുമതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്തിക്കൽ പ്രേതം ഐറ്റത്തിൻ്റെ ഒരു ഡെഫിനേഷനും കൊണ്ടുവച്ചിട്ടുള്ളത്. അതൊരു നല്ല നറേറ്റീവാണ്. ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ആ സംഗതി ഭയങ്കര വർക്കാണ്, അത് വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി ഗോയിങ് ടു ദ ഡയറക്ടർ വിഷ്ണു ശശിശങ്കർ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി കുറേ ഡീറ്റെയിലിംഗ് പടത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിന് OTT ഇറങ്ങുന്ന സമയത്ത് കുറേ പേരത് ഡീകോഡ് ചെയ്യുമായിരിക്കും. ആൻഡ് ആ ഒരു നറേഷൻ്റെ പാറ്റേൺ, ആ രീതിയും വളരെ നല്ല രീതിയിൽ ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും ദ എൻറ്റയർ DOP ക്രൂ, പിന്നെ ഇതിൻ്റെ ഒരു സെറ്റ് ഇട്ടതൊക്കെ ഭയങ്കര രസമാണ്. 1990 തുടക്കവും അതിൻ്റെ ഒരു പകുതിയൊക്കെ ആയിട്ടാണ് ഈ കഥേൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ സെറ്റും കാര്യങ്ങളും ചുറ്റുപാടൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പടം ഇതിൻ്റെ ട്രെയിലറും പരിപാടിയൊക്കെ ഇറങ്ങിയ സമയത്ത് സുമതി വളവ്, അഭിലാഷ് പിള്ളേൻ്റെ റൈറ്റിങ് എൻ്റെ മൈൻഡിൽ വന്നത് എന്താ വെച്ചെങ്കിൽ, ഇനി ഇതിലെങ്ങാണ്ട് ഈ ഭക്തിയുടെ ഒരു ഓവർഡോസോ ഇനി ഭക്തി എലമെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടാവും എന്നൊരു സാധനം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോ, ഇതൊരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു തിയേറ്റർ ഐറ്റം. കാരണം ഇതിനകത്ത് കോമഡി ഉണ്ട്, ഹൊറർ കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. കുറേ സീനുകളിൽ ഞാൻ നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്, ഒപ്പമുള്ള എല്ലാവരും ചിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സുമതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രേതത്തിൻ്റെ ക്യാരക്ടറിൻ്റെ അതിനൊരു സ്റ്റോറി പറഞ്ഞപ്പോഴും അതിനകത്ത് വേണമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ഭക്തി സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഈ സംഗതി എടുക്കാമായിരുന്നു. ബട്ട് അങ്ങനെയല്ല, കറക്റ്റ് ഒരു തിയേറ്ററിന് എന്താണോ വേണ്ടത്. ഇതിനകത്ത് കുറേ പ്രേമത്തിൻ്റെ ഒരു ആർക്ക് പോകുന്നുണ്ട്, ഡിഫറെൻറ്റ് ക്യാരക്ടറിൻ്റെ കുറേ ഏജ് ഗ്യാപ്പിലുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല. അത് വളരെ ക്ലീനായിട്ട് ക്രിസ്പായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സുമതി വളവിന് കൊടുത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സുമതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രേതം എലമെൻറ്റിനേക്കാൾ കൂടുതൽ അതിനൊരു ഭീകരത കൊണ്ടുവരാൻ അത് ഇതിൻ്റെ ഡയറക്ടറും ബാക്കി ടീമിനും കൃത്യമായി അത് കൺവിൻസിങ് ആക്കാൻ പറ്റി. അതൊക്കെയാണ് ഞാൻ ഈ ഒരു പടത്തിന് പോസിറ്റീവായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അർജുൻ അശോകൻ ഫോർ മീ കുറച്ചൊക്കെ ബോംബ് പടങ്ങൾ തരും. ഞാനെ പോലെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ സ്ഥിരമാണെങ്കിലും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുണ്ട്. പക്ഷേ ഈ പടം ഒരു ബോംബല്ല. കാരണം അർജുൻ അശോകൻ ആസ് എ പാക്കേജ് ആ റോളിന് പക്കയാണ്. കാരണം ഇയാൾ ഈ ജയറാമിനൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ അർജുൻ അശോകൻ. ഇതിൽ കുറേ നെപ്പോസ് ഉണ്ട്, എനിക്ക് വരാം. അർജുൻ അശോകൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മാസാവണം, അതിനിടയിൽ കോമഡി ആവണം, അതിനിടയിൽ തളർന്ന കാമുകനാവണം, അതിനിടയിൽ പേടി വരണം, പേടിപ്പിക്കണം. ഈ എലമെൻറ്റുകളൊക്കെ അതിന് വേണം. ആ സംഗതികളൊക്കെ വളരെ ഭദ്രമായിട്ട് അർജുൻ അശോകന് കൊണ്ട് ചെയ്യാൻ പറ്റി. ഇയാളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇയാളൊരു കിണ്ണൻ ആക്ടറാണ്. ഓക്കെ, ഈ ബഡ്ജറ്റ് കുറഞ്ഞോ അങ്ങനത്തെ കുറേ സിനിമകളിൽ ഇയാളെ കൊണ്ട് കാസ്റ്റ് ചെയ്ത് ഇയാൾക്ക് ഒരു എന്താ പറയുക, മിനി ബോംബ് ഇമേജ് എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിൽ ആൾ ആറ്റം ബോംബ് ഐറ്റമാണ്. അർജുൻ അശോകൻ അടിപൊളിയായിട്ടുണ്ട്. അർജുൻ അശോകൻ കഴിഞ്ഞാൽ പിന്നെ ബാലു വർഗീസ് ഓക്കെയാണ്, ഒരു സെക്കൻഡ് ഫിഡിലാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ബാലു വർഗീസ് പോയിട്ടുണ്ട്. ബാലു വർഗീസിന് ഈ പറഞ്ഞ അർജുൻ അശോകൻ്റെയും കൂടെ കാസറ്റ് കടയിൽ നിൽക്കുന്ന വേറൊരു പയ്യുണ്ട്, അവൻ അടിപൊളിയുണ്ട്. അവനൊരു ഒരു സീനൊക്കെ ഉണ്ട്, അവൻ്റെ ഷർട്ട് പോലിയില്ല, അത് ഭയങ്കര രസമുണ്ട്. ആ ചങ്ങായി അടിപൊളിയാണ്. പിന്നെ ഗോകുൽ സുരേഷ് ഉണ്ട്. ഓക്കെ, ഗോകുൽ സുരേഷ് ഇതിൽ ഗുണ്ടകളല്ല, ആ ഐറ്റം അല്ല, അത് വേറെ. ഇയാൾക്ക് പണി അറിയാം. ഗൂഗിൾ സുരേഷിന് പണി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ കൊടുത്ത സാധനം വളരെ ഡീസൻ്റായിട്ട് ഗൂഗിൾ സുരേഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ സുരേഷ്.
പിന്നെ നമ്മളെ സിദ്ധാർത്ഥ് ഭരതനൊന്നും അങ്ങനെ അയാളുടെ ഒരു കാലിബറിന് ചെയ്യാനുള്ള ഐറ്റമൊന്നും അല്ലെങ്കിലും നോർമൽ, അയാളും അങ്ങനെ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോയി. പിന്നെ നമ്മുടെ മുകേഷിൻ്റെ മകൻ, ഓക്കെ, മുകേഷിൻ്റെ മകൻ്റെ പേര് എനിക്കറിയില്ലല്ലോ, എനിക്കും അറിയില്ല കേട്ടോ, അങ്ങനെ പേരറിയില്ല. മുകേഷിൻ്റെ മകനുണ്ട് ഇതിൽ. ഈ ചെങ്ങായി ഞാൻ പറയുമ്പോൾ ഒരു മിസ്കാസ്റ്റാണ് ഈ പടത്തിൽ. ഈ പടത്തിൽ 2-3 സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത. ഒന്ന്, ഈ മുകേഷിൻ്റെ മകൻ ആ ക്യാരക്ടർ അയാൾക്ക് സൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഈ ഗുണ്ടകളല്ല എന്ന് പറഞ്ഞാൽ നെപ്പോക്കിറ്റിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ബാക്കി പരിപാടിയാണെന്നുണ്ടെങ്കിലും ഒരു ഇനിയുണ്ട്, കുറേ ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ സിനിമയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ആ സാധനം എനിക്ക് തോന്നുന്നു വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചെങ്കിൽ ഒരുപാട് ബെറ്റർ. ഓക്കെ, അതെനിക്കൊരു എനിക്ക് തോന്നിയൊരു പേഴ്സണലി തോന്നിയൊരു സാധനമാണ്. അയാൾക്ക് ഇത് ശരിയാവുന്നില്ല, അയാൾക്ക് ചെയ്തിട്ട് അത് മെനയാവുന്നില്ല. ചില സീനുകളിലൊക്കെ ഒരു മാസ് പിടിക്കാൻ നോക്കിയാൽ പോലും ഒന്ന് മാസമാവുന്നില്ല, ഡയലോഗ് ഡെലിവറി നടക്കുന്നില്ല. പിന്നെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അതെങ്ങനെയൊക്കെയോ ഡയറക്ടർ കവർ ചെയ്ത് അപ്പോൾ അതൊരു എനിക്കൊരുമാതിരി കണ്ണുക്കടി സാധനമായിട്ട് തോന്നി എനിക്ക് ആ സാധനം. പിന്നെ ഉള്ളത് പാട്ടാണ് ഈ പടത്തിൽ. എന്തിനാ ഒരു പടത്തിൽ ഇത്രയും പാട്ട് തന്നെ? പാട്ടങ്ങനെ ഗ്രിപ്പായിട്ട് നല്ല രസമായിട്ട് വരുമ്പോൾ അത് നടക്കുന്ന ഒരു പാട്ട്. ഒരു കല്യാണം വരുമ്പോൾ അവിടെ പാട്ട് പാടണം, ഒരു പ്രേമം വരുമ്പോൾ അവിടെ പാട്ട് അയക്കോ, ലിമിറ്റ് വേണ്ടേ? പടത്തിൻ്റെ ഒരു രസം കൊല്ലിയായിട്ടാണ് എനിക്ക് ഈ സിനിമയിൽ പാട്ടിനെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, എത്ര പേർക്ക് അത് അറിയില്ല, എനിക്കങ്ങനെയാണ്. ബോബി കുര്യൻ്റെ ഒരു ഇൻട്രോ മുതൽ ഒരു ലൈൻ അയാൾ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, ആ ലൈനിൽ തന്നെയാണ് അയാളുടെ ക്യാരക്ടർ മൊത്തം പോയത്. ടുവേർഡ്സ് എനിക്ക് ഞാൻ വിചാരിച്ച് ഇയാൾ കൊണ്ടുപോയി നശിപ്പിക്കുക സാധനം വിചാരിച്ചു. പക്ഷേ വെൽ ഹാൻഡിൽഡാണ്. കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്, ചീഞ്ഞ ക്യാരക്ടറാണ് ബോബി കുര്യൻ്റെ. ആ ചീഞ്ഞ അതുമ്പോൾ തന്നെ അയാൾ പിടിച്ച് കൂടിയിട്ട് ആ സാധനവും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ബോസ് ഡീസൻറ്റ്, കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര ഗിമിക്കൊന്നും ചെയ്യാല്ല, ഡീസൻ്റായിട്ട് അയാളും ചെയ്തിട്ടുണ്ട്. കുറേ നായികമാരുണ്ട്. ഈ നായികമാരിൽ എനിക്ക് കൺവിൻസ് ആയത് ശിവതയ്ക്കാണ് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഹീറോയിനും കൊള്ളാം, പക്ഷേ ശിവതയ്ക്കാണ് കുറച്ച് പണി ഉണ്ടായിരുന്നു. ആ പണി വൃത്തിയായിട്ട് ശിവത ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഗോയിങ് ടു ദ സെക്കൻഡ് ഹാഫ് ആണ് കുട്ടികളാണ്. ഗോയിങ് ടു ദ സെക്കൻഡ് ഹാഫ് പടം ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കമൊക്കെ നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫിൽ നിന്ന് പിന്നെ പ്ലോട്ട്, മെയിനായിട്ടുള്ളൊരു പ്ലോട്ട് ഈ സുമതി വളവ് ആസ്പെക്റ്റിലേക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന് നിർത്തിയതുമില്ല. ഇന്ന് അർജുന അശോകൻ്റെ ക്യാരക്ടറിന് വെച്ചിട്ടുള്ളൊരു ആർക്കുണ്ട്. ആ ആർക്കിലേക്ക് ഇത് മുട്ടി വരുമ്പോൾ പെട്ടെന്ന് കാര്യം തീർത്തു പോയ പോലെ എനിക്ക് തോന്നി. അത് ഓടിപ്പോയി തീർത്ത്. അതായത് അവസാനത്തെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി മുതൽ ക്ലൈമാക്സ് വരെ 100 മീറ്റർ ഓട്ടമായിരുന്നു. ഉസൈൻ ബോൾട്ട് ഓടിയ മാതിരിയാണ് പടം ഓടിയത്. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരിത്തിരി വലിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്താലും കുഴപ്പമുണ്ടായിരുന്നു. ആ സുമതിക്കൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി ഭയങ്കര എന്താ പറയുക സെറ്റ് സാധനമായിരുന്നു. പിന്നെ പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ടവർക്ക് പേടിക്കാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല. ബട്ട് പേടിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. മനസ്സിലായോ? ഒരു ബിലോ ക്വാളിറ്റി സാധനമല്ല ഈ പേടിപ്പിക്കാനായിട്ട്, അതുണ്ട്. ചിരിക്കാനും ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇതിനകത്ത് ഡിഫറെൻറ്റ് എന്താ പറയുക പ്രേമത്തിൻ്റെ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. ആ 2 കുട്ടികളല്ല, നാളെപ്പുറത്തെ 2 കുട്ടികളും ഇതിനകത്തുണ്ട്. അവർ നല്ല രീതിയിൽ, ആ ചെക്കൻ എസ്പെഷ്യലി ഒരു നല്ല രീതിയിൽ 2-3 ഐറ്റം ചെക്കനുണ്ട്. അപ്പം മൊത്തം നോക്കിക്കഴിയുമ്പോൾ എനിക്ക് സുമതി വളവ് കൺവിൻസിങ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഞാൻ കുറച്ചായിട്ട് മലയാള സിനിമയിലൊരു ഹൊറർ കോമഡി ജോണർ അല്ലെങ്കിൽ ഹൊറർ ജോണറിൽ തന്നെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ നോക്കിയിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ BGM ചില സമയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചില മറ്റേ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മാടൻ മറുത ആ സെറ്റപ്പിനൊക്കെ വെക്കേണ്ട ഒരു BGM ഉണ്ടല്ലോ, അത് കുറച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പഠിച്ച് ചെയ്ത പോലെ ഉണ്ട്. എവിടെ നിന്നൊക്കെ ഒരു കോപ്പി ഫീൽ വന്നാലും സാധനം നൈസായിരുന്നു അത്. പിന്നെ നൈറ്റ് ഷോട്ട്സ് ഉണ്ട്, കുറച്ച് നൈറ്റ് ഷോട്ട്സ്, ഈ വളവിൻ്റെ കുറേ ടോപ്പ് ആംഗിളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ, അതും കൊള്ളാം. അത് ഭീകരത ഉണ്ട്, ആ സാധനത്തിനൊരു ഭീകരത വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, സുമതി വളവ് ടൂറിസം മിക്കവാറും നാളെ മുതൽ കുറേ റീൽസ് വരും. സുമതി വളവിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വരേണ്ടതാണ്. സോ ഐ എം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ തിയേറ്ററിൽ ധൈര്യമായിട്ട് കയറി കണ്ടോയെന്ന് ഞാൻ പറയും, കാരണം ഞാൻ ഹാപ്പിയാണല്ലോ. നിങ്ങൾ കയറി കണ്ടോ, എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. 1-2 സാധനങ്ങൾ, അതായത് ചില ക്യാരക്ടർ ചെയ്തതും പിന്നെ ഈ പറഞ്ഞ പാട്ടിൻ്റെ എലമെൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ പടം ഓടും. പിന്നെ അഭിലാഷ് പിള്ള അഭിനയിച്ചിട്ടുണ്ട്, റൈറ്റർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് പിള്ള അഭിനയിക്കാൻ ആദ്യം അഭിലാഷ് പിള്ളേൻ്റെ ആ സീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ച് അടക്കണം ചട്ടിയും കലവും ഇനി വല്ല ബാദുഷ പോലെ ആൻ്റണി പെരുമ്പോർ പോലെ ആവുമെന്ന് വിചാരിച്ചു. എന്നിട്ട് അയാൾക്ക് അറിയാം, അയാൾ വെറും റഫായിരുന്നില്ല അതിനകത്ത്.
അത്യാവശ്യം ഒരു സാധനം ഉണ്ട് അങ്ങനെ എഴുത്ത് മാത്രമല്ല, കയ്യിലൊരു പൊടിക്ക് അഭിനയം ഉണ്ട് എന്നുള്ളൊരു സംഗതി അതിലുണ്ട്. സ്ഥിരമായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. എന്താണെങ്കിലും ഇതാണ് ആകെ മൊത്തം പടം. ഓക്കെ, ബാക്കി നിങ്ങൾ അല്ലേ തിയേറ്ററിൽ കയറി കണ്ട് ചിരിക്കുകയും പേടിക്കുകയും എന്ത് അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഞാൻ ഹാപ്പിയാണ്.